ശ്രീ ബി ജയരാജ്, ഇവിടെ ജയരാജന്റെ വാക്കുകളിൽ, പി ജയരാജന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണോ? കാരണം നേരത്തെ ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പുതുതായി എന്തെങ്കിലും നടക്കുന്നു എന്നുള്ളതിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണോ അതോ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയാണോ? എന്തായാലും ഗൗരവതരം തന്നെയാണ് പരാമർശം. ശ്രീ ജയരാജ്, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ പി ജയരാജന് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഏത് ദിവസമാണെന്നോ ഏത് ചാനലിനകത്താണെന്നോ വ്യക്തമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പരാമർശിച്ച കൂട്ടത്തിൽ കുപ്വാരയിലെ കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും CPM-ന് ഒരു നയമുണ്ട്. CPM-ന്റെ നയം എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുക എന്നുള്ളതാണ്. ഒരിക്കലും RSS-ന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ SDPI-യുടെയോ ഒന്നും വോട്ട് വേണ്ട എന്നൊരു തീരുമാനം എടുത്തൊരു പാർട്ടി തന്നെയാണ് CPIM. ഒരിക്കൽ പോലും ഒളിഞ്ഞോ തെളിഞ്ഞോ അവരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്, ജനങ്ങളുടെ മുന്നിൽ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിന്റെ പേരിൽ റാഡിക്കൽ ഇസ്ലാം കേരളത്തിലെ കേരളത്തിലുള്ള ഇന്ത്യയിൽ മുഴുവൻ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറെ അധികം നാളുകളായി. അത് പിന്നീട് പല പല സംഘടനകളായി പേര് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഇന്റർനാഷണലി ISIS ഉണ്ടാകുന്നതിന് മുമ്പിലെ താലിബാൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പല പല രീതിയിലുള്ള സംഘടനകളുണ്ട്. ആ സംഘടനകളെല്ലാം തന്നെ ഈ ഭീകരവാദം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുവായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലെങ്കിലും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു, ഇപ്പൊ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് അവരൊരു അണ്ടർലൈൻ കറണ്ട് ആയിട്ട് സ്ലോലി ആയിട്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ സെക്യുലർ ആയിട്ടുള്ള വളരെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതിനോടൊപ്പം തന്നെ ഒരു അണ്ടർലൈങ് സാധനം എന്ന് പറയുന്നത് കടുത്ത വർഗീയത തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വളരെ സൂക്ഷിച്ചെന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. അതിനകത്തൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്, ഇവരുടെ വാദങ്ങളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് റാഡിക്കൽ ഇസ്ലാമിന്റെ വാദം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ചാനൽ വഴിയാണെങ്കിലും ശരി, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ ആണെങ്കിലും ശരി, അവരുടെ കൊണ്ടുവരുന്ന ചർച്ചകളാണെങ്കിലും ശരി, ആ ഒരു രീതിയിലേക്കാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല, കൃത്യമായിട്ട് അത് വ്യക്തമാണ്. അപ്പം ജമാഅത്തെ ഇസ്ലാമി, SDPI, PFI ഇപ്പം നിരോധിച്ചു. എന്നാൽ നിരോധിച്ചാൽ വേറെ എന്തെങ്കിലും ഒരു പേരിലായിരിക്കും അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ. ഇപ്പം നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇവിടുത്തെ നമ്മുടെ ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അവിടുത്തെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നതെന്ന് എല്ലാവരും സമീപകാലത്തുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം രീതിയിലുള്ള അക്രമങ്ങളാണ് അവർ നടത്തിയത്, എന്തെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പി ജയരാജന്റെ ഈ പരാമർശമാണ് മതരാഷ്ട്രവാദികൾ IS റിക്രൂട്ട്മെന്റ് വലിയ രീതിയിൽ തന്നെ വ്യാപകമായ രീതിയിൽ അദ്ദേഹം പ്രയോഗിച്ചത് വ്യാപകമായി തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. 4 പേർ കശ്മീരിലെ കുപ്വാരയിൽ കൊല്ലപ്പെട്ടത് കണ്ണൂരുകാരായിരുന്നു. അങ്ങേയറ്റം ഗൗരവതരമാണ്. തന്റെ വരാനിരിക്കുന്ന പുസ്തകത്തിൽ ഇനിയും കൂടുതൽ പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തനങ്ങൾക്കുപരി ഇത്രയും നാൾ ഇത് മറച്ചുവെച്ച CPM-ന്റെ നിലപാടാണ്. പി ജയരാജന്റെ വാക്കുകളിലൂടെ അത് പുറത്തു വരുമ്പോൾ ഇത് CPM നിലപാടാണോ അതോ പി ജയരാജൻ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി, പ്രത്യേകിച്ച് നമുക്കറിയാം പി ജയരാജന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഏറെ അടിച്ചമർത്തപ്പെട്ട ഒരു നേതാവാണ്. ഇപ്പോൾ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ PV അൻവറിന്റെ സാന്നിധ്യത്തിൽ ഉടലെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നോക്കിക്കാണേണ്ടത് ഈ പരാമർശം ഈ സമയത്ത് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്നുള്ളത്. പി ജയരാജന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഓണക്കാലത്താണ് പി ജയരാജനെ RSSകാർ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പി ജയരാജൻ എപ്പോഴും കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡ് തന്നെ എടുക്കുന്ന ഒരാളാണ്. ആരും പി ജയരാജനെ അടിച്ചമർത്താനൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് CPM-ന്റെ നയം തന്നെയാണ് പി ജയരാജൻ പറഞ്ഞത്. ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. വർഷങ്ങളായിട്ട് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. ഇവിടെ നടന്നിട്ടുണ്ട് 3-4 കേസസാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. 4 കേസസ് ആണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ കണക്കോലെ നമ്മൾ നേരത്തെ ഒരു ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ആ സിനിമയിൽ പറയുന്നത് കണക്കോലെ വ്യാപകമായ ഈ 32,000 പിന്നീട് 320
പിന്നെ 32 പിന്നെ 4 എന്നൊക്കെ പറയുന്ന കണക്കുള്ള കണക്കുകളാണ്. ശരി ജയരാജ്, പക്ഷേ അവിടെയാണ് വിഷയം. താങ്കൾ പറഞ്ഞു ഇത് CPM നിലപാട് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അല്പം കൂടി മുന്നോട്ട് പോകണം. ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഈ കേരള സ്റ്റോറി ഇതല്ല യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. CAA വിരുദ്ധ പ്രക്ഷോഭത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷവും അതിൻ്റെ പല ഓഫീസുകളും റെയ്ഡ് നടത്തുന്നതിൽ അടക്കം വരുത്തിയ കാലതാമസം, ആദ്യത്തെ റെയ്ഡിന് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പല പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലേക്കും ചോർന്ന സംഭവം, ഇതൊക്കെ പരിഗണിച്ചു നോക്കുമ്പോഴാണ് CPM നിലപാട് ഇത് തന്നെ ആയിരുന്നോ എന്നുള്ള ചോദ്യം വരുന്നത്.